ആമസോൺ ഫൗണ്ടറും ഫോമർ സിഇഒയുമായ ജെഫ് ബെസോസിന്റെ ലൈഫ് സ്റ്റോറി എന്നും ഓൺട്രപ്രണേഴ്സിന്റെ മോട്ടിവേഷണൽ സ്റ്റോറീസിൽ ഒന്നാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആമസോണിന്റെ പ്രൊഡക്ടിവിറ്റിയെയും ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെയും ഇൻഫ്ലുവൻസ് ചെയ്ത ബെസോസിന്റെ ചില ഇൻട്രസ്റ്റിംഗ് റൂൾസിനെ കുറിച്ചാണ്. റൂൾ നമ്പർ 1 എംപ്റ്റി ചെയർ റൂൾ. എല്ലാ മീറ്റിങ്ങുകളിലും ഇന്റൻഷനലി വേക്കന്റ് ആക്കി ഇടുന്ന ആ ഒരു ചെയർ കസ്റ്റമേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് ബെസോസിന്റെ വാദം. ഏത് തീരുമാനങ്ങളും കസ്റ്റമർ ഇൻട്രസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്ന ജെഫ് പറയുന്നത്, ഒരു കസ്റ്റമർ ഫിസിക്കൽ വേൾഡിൽ അൺഹാപ്പി ആണെങ്കിൽ അയാൾ അത് 6 പേരോട് പറയും. എന്നാൽ ഒരു കസ്റ്റമർ ഇന്റർനെറ്റിൽ അൺഹാപ്പി ആണെങ്കിൽ അയാൾക്ക് അത് 6000 പേരോട് പറയാൻ കഴിയും. റൂൾ നമ്പർ 2 പിസ ടീം റൂൾ. വലിയ ടീം മീറ്റിംഗ്സിന്റെ ഔട്ട്പുട്ട് ഒരിക്കലും എഫിഷ്യന്റ് അല്ലെന്നും 6-8 പേര് മാത്രമുള്ള കുഞ്ഞു ടീം മീറ്റിംഗ്സിന്റെ എന്ന് വെച്ചാൽ 2 പിസ വെച്ച് സെർവ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രമുള്ള ടീം മീറ്റിംഗ്സിന്റെ ഔട്ട്പുട്ട് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കുമെന്നും ഡിസിഷൻ മേക്കിംഗ് കൂടുതൽ ഈസി ആയിരിക്കുമെന്നുള്ള ജെഫിന്റെ കണ്ടെത്തൽ. റൂൾ നമ്പർ 3 നോ പവർ പോയിന്റ് പോളിസി. അപ്പർ മാനേജ്മെന്റ് ടീം മീറ്റിംഗ്സിൽ ബെസോസ് ബാൻ ചെയ്തിരുന്ന ബുള്ളറ്റ് പോയിന്റ് ഫോർമാറ്റ് പ്രസന്റേഷൻ. നറേറ്റീവ് മെമോസിൽ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ടീം മെമ്പേഴ്സിന് ഒരു ക്ലിയർ ഫ്രെയിംവർക്ക് കിട്ടുമെന്നുള്ള ജെഫിന്റെ പ്രസന്റേഷണൽ തോട്ട്. സക്സസ്ഫുൾ ഓൺട്രപ്രണേഴ്സിന്റെ ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന ഇൻട്രസ്റ്റിംഗ് റൂൾസോ ഹാബിറ്റ്സോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസൈറ്റ്സിനായി ഫോളോ ഡിജിറ്റലി.